രാധേ രാധേ. ആശാസ് ഗോലോകം എന്ന ചാനലിലേക്ക് ഗോലോകത്തിലെ കഥകൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും, എല്ലാ ഗോപികോപ്പന്മാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കംസൻ ദേവകിയും വസുദേവരെയും മധുരയിൽ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. കാരണം കംസൻ അറിയാം ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്നെ വധിക്കും. ആ പ്രവചനത്തെ കുറിച്ച് കംസൻ അറിയാം. അപ്പൊ ആ ഒരു പേടിയിൽ വല്ലാത്തൊരു ആശങ്കയിലും സങ്കടത്തിലും കഴിയുകയാണ് കംസൻ. അപ്പോ ജീവൻ രക്ഷിക്കാനായി ഏതറ്റം വരെയും പോകുന്ന ആളാണ് കംസൻ. അതുകൊണ്ടാണ് സ്വന്തം സഹോദരി ആയിരുന്നിട്ട് പോലും കംസൻ ദേവികയും വസുദേവരെയും ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ദേവിക 8ാമതും ഗർഭം ധരിക്കുന്നു, പ്രസവിക്കുകയും ചെയ്യും. രാത്രി 12 മണിക്കാണ് കുഞ്ഞിനെ പ്രസവിക്കുന്നത്. അതുവരെ ദേവികയെ നോക്കി ജാഗരൂകരായിരുന്ന ഭടന്മാരെ എങ്ങനെയാണെന്നറിയില്ല, ഉറക്കഗുളിക കഴിച്ചതുപോലെ എല്ലാവരും ഉറക്കത്തിലാണ്. അത് മാത്രമല്ല, എത്ര രീതിയിലും ഏത് പൂട്ടുവെച്ചുകൊണ്ടും തുറക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ജയിൽ മലർക്ക തുറന്നു കഴിഞ്ഞു. വസുദേവർ ഇത് കണ്ട് വല്ലാതെ അത്ഭുതപ്പെടുന്നു. കാരണം വസുദേവർക്ക് കുട്ടിയെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി നന്ദഗോപരുടെ അടുത്ത് ഏൽപ്പിക്കണം. അതിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ സ്വയം എല്ലാം തനിക്ക് അവസരം ദൈവം നൽകുന്നു. കുട്ടി സാധാരണക്കാരനല്ല എന്ന് വസുദേവർക്ക് മനസ്സിലാവുന്നു. വസുദേവർ കുഞ്ഞിനെ മാറോട് അടക്കി പിടിക്കുന്നു. എന്നിട്ട് ആ തുറന്ന ജയിലിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഭഗവാൻ നാരായണന്റെ അവതാരമാണല്ലോ ഈ കുട്ടി. അപ്പോ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ അവതാരമാണ്. ഭൂമി, പ്രപഞ്ചം മുഴുവൻ സന്തോഷിച്ചു തുടങ്ങി, ആനന്ദത്തിൽ ആറാടി തുടങ്ങി. അപ്പോൾ അതിന്റെ ഭാഗമായി മേഘങ്ങൾ മഴയായി ഇങ്ങനെ പൊഴിയാൻ തുടങ്ങി ഈ കുട്ടിയെ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി. അപ്പോ വസുദേവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോ വല്ലാത്ത മഴ പെയ്യുന്നു. വസുദേവർക്ക് വല്ലാത്ത പരിഭ്രമമായി. ഞാൻ ഈ കുട്ടിയും കൊണ്ട് എങ്ങനെ ഗോകുലം വരെ എത്തും? അത് മാത്രമല്ല, യമുനാ നദി കടന്നു വേണം പോകാൻ. മഴ പെയ്യുന്നത് കൊണ്ട് യമുനാ നദി കരകവിഞ്ഞൊഴുകുകയാണ് എന്ന് വിചാരിച്ച് വസുദേവർ ഇങ്ങനെ നടന്നു നീങ്ങിയപ്പോ യമുന 2 ഡയറക്ഷനിലേക്ക് വഴിമാറി കൊടുക്കുകയാണ് വസുദേവർക്ക് പോകാൻ വേണ്ടിയിട്ട്. വസുദേവർ അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് സന്തോഷത്തോടുകൂടി യമുനാ നദി കടന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോ കുഞ്ഞിന് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അനന്തൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദാസന്റെയും ദാസനാകുന്നു. അനന്തന് വേണമെങ്കിൽ നേരിട്ട് വന്ന് കുഞ്ഞിനെ വസുദേവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാം. അത് ചെയ്യാതെ കുട്ടിയുടെ ദാസനായിരിക്കുന്നത് വസുദേവരാണ്. വസുദേവരുടെയും ദാസനായി, ദാസന്റെയും ദാസനാവുക എന്നുള്ളതാണ് ഭക്തിയുടെ ഏറ്റവും പാരമ്യത. അപ്പോ വസുദേവരുടെയും ദാസനായി വസുദേവർക്ക് പുറകെ വസുദേവരുടെ പാത പിന്തുടർന്ന് കുഞ്ഞിന് മഴയേൽക്കാതെ കുട പിടിച്ച് ഇങ്ങനെ അനന്തരം നടക്കുകയാണ്. അങ്ങനെ വസുദേവർ ഒടുക്കം ഗോകുലത്തിൽ നന്ദഗോപരുടെ അടുത്തെത്തുന്നു. എന്നിട്ട് കുഞ്ഞിനെ നന്ദഗോപരെ ഏൽപ്പിക്കുന്നു. മാത്രമല്ല, നന്ദഗോപരുടെ കയ്യിൽ നിന്ന് ആ പെൺകുട്ടിയെ വാങ്ങുന്നു. എന്നിട്ട് പെൺകുട്ടിയെയും കൊണ്ട്, ആ പെൺകുഞ്ഞിനെയും കൊണ്ട് വസുദേവർ തിരിച്ച് മധുരയ്ക്ക് പോകുന്നു. നന്ദഗോപരുടെ അടുത്തേക്ക് ഗർഗമുനി എത്തുന്നു. എന്നിട്ട് ഈ കുഞ്ഞിന്റെ അവതാര ഉദ്ദേശത്തെ കുറിച്ചൊക്കെ എല്ലാ രഹസ്യങ്ങളും ഗർഗമുനി നന്ദഗോപർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഈ കുട്ടി ഭഗവാൻ നാരായണന്റെ അവതാരമാണ്. നിങ്ങളെയൊക്കെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവൻ തന്റെ ലീലകൾ ആടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മാതാപിതാക്കളായി കണ്ടുപിടിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. അത് മാത്രമല്ല, അവൻ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവനാണ്. ഈ ഭൂമി മുഴുവൻ ആനന്ദിപ്പിക്കുന്നവനാണ്. എല്ലാവരെയും അവൻ തന്നിലേക്ക് ആകർഷിക്കുന്നതുകൊണ്ട് ഈ കുട്ടിക്ക് കൃഷ്ണൻ എന്ന് പേരിടണം എന്ന് ഗർഗമുനി നന്ദഗോപരോട് പറയുന്നു. മാത്രമല്ല, ഈ കുട്ടി കൃഷ്ണൻ രാധയുടെ ഭർത്താവാകും എന്ന് ഗർഗമുനി നന്ദഗോപരോട് പറയുന്നു. ഇത് കേട്ടിട്ട് കൗതുകത്തോടുകൂടി നന്ദഗോപർ ചോദിക്കുന്നു, ആരാണ് ഈ രാധ? അപ്പോ ഗർഗമുനി അതിന് മറുപടി ഇങ്ങനെ പറയുന്നു, രാധ ജഗൻ മാതാവാണ്, പ്രപഞ്ച മാതാവാണ്. വൃഷഭാനുവിന്റെയും കീർത്തിമാതാവിന്റെയും മകളാണ് രാധ. അവൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു എന്ന് നന്ദഗോപരോട് ഗർഗമുനി പറയുന്നു. ഇത് കേട്ടിട്ട് നന്ദഗോപർ പിന്നീട് കൗതുകത്തോടുകൂടി, കൊതിയോടുകൂടി മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നു, ആ വിവാഹത്തിൽ എനിക്കും പങ്കെടുക്കാൻ കഴിയുമോ എന്ന്. അപ്പൊ ഗർഗമുനി പറയുന്നു, അതൊരു രഹസ്യ വിവാഹമാണ്, അതൊരു ഗുപ്ത വിവാഹമാണ്, മനുഷ്യർക്കാർക്കും അതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പക്ഷെ നിനക്ക് ചെയ്തു തീർക്കാൻ ഒരു ചുമതല അതിൽ ബാക്കിയുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അതെന്താണ് എന്ന് ചോദിക്കുന്ന നന്ദഗോപരെ മാറ്റി നിർത്തി ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഗർഗമുനി ഇങ്ങനെ പറയുന്നു, നീ കുട്ടിയെയും കൊണ്ട് യമുനാ നദിയുടെ അരികിലേക്ക് പോകണം. അപ്പോ അവിടെ വനത്തിൽ നിന്ന് ഒരു കിശോര ബാലിക, അതിസുന്ദരിയായ ഒരു കിശോര ബാലിക നിന്റെ അരികിലേക്ക് വരും. അവളെ കാണുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാവും മറ്റു കുട്ടികളെ പോലെ ആയിരിക്കില്ല, അവളിൽ നിന്ന് പ്രകാശം ഇങ്ങനെ ജ്വലിക്കുന്നുണ്ടാവും. മാത്രമല്ല, ഉരുകിയ സ്വർണത്തിന്റെ നിറമായിരിക്കും അവൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു. അവളാണ് രാധ. അപ്പൊ ആ കുട്ടിയുടെ കയ്യിലേക്ക് നീ കൃഷ്ണനെ ഏൽപ്പിക്കണം എന്ന് പറയുന്നു.
അപ്പൊ ഒന്ന് സംശയിച്ച് മടിച്ചു നിൽക്കുന്ന നന്ദഗോപരോട് ഗർഗമുനി പിന്നെയും പറയുന്നു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, രാധ പ്രപഞ്ച മാതാവാണ്, അവളുടെ കയ്യിൽ കൃഷ്ണൻ സുരക്ഷിതനാണ് എന്നും പറയുന്നു. എന്നിട്ട് ഗർഗമുനി അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നന്ദഗോപൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടിയും എടുത്ത് യമുനാ നദിയുടെ അരികിലേക്ക് പോകുന്നു. അങ്ങനെ കുറെ പോകുമ്പോൾ കാട്ടിൽ നിന്ന് അവിടെ ഒരു കുട്ടി ഇങ്ങനെ നടന്നു വരുന്നത് കാണുന്നു. ഒരു കിശോര ബാലിക, ആദ്യ സുന്ദരിയായ ഒരു കിശോര ബാലിക. അത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ നന്ദഗോപർ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, നന്ദഗോപർ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരു കാറ്റും വല്ലാത്തൊരു ക്ഷോഭ നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. പക്ഷെ അതൊന്നും ആ പെൺകുട്ടിയെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ മുഖം താമരപ്പൂ പോലെ ശോഭിക്കുന്നുണ്ടായിരുന്നു. ഉരുകിയ സ്വർണത്തിന്റെ നിറമായിരുന്നു. മാത്രമല്ല അവളിൽ നിന്ന് പ്രകാശം ഇങ്ങനെ ജ്വലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ നന്ദഗോപർക്ക് മനസ്സിലായി ഈ കുട്ടി രാധ തന്നെയാണെന്ന്. അപ്പോ ആ കിശോര ബാലിക അടുത്ത് വന്നപ്പോ നന്ദഗോപർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്റെ കയ്യിലുള്ള കുട്ടിയെ കൃഷ്ണനെ രാധയെ ഏൽപ്പിക്കുന്നു. രാധ ആ കുട്ടിയും കൊണ്ട് ഭണ്ഡീരവനത്തിലേക്ക് പോകുന്നു. എന്നിട്ട് കുട്ടിയും കൊണ്ട് പോകുന്ന രാധ ഇങ്ങനെ പറയുന്നു, ഇവൻ കുഞ്ഞു ബാലകനാണല്ലോ, ഇവനെ ഞാൻ എങ്ങനെയാണ് വിവാഹം കഴിക്കുക എന്നിങ്ങനെ പറയുന്നു. ഇത് കേൾക്കുന്നുണ്ട് തന്നെ കണ്ണന് കാര്യം മനസ്സിലാകുന്നു. കണ്ണൻ അപ്പോൾ തന്നെ രാധയുടെ അത്രയും തന്നെ പ്രായമുള്ള ഒരു കിശോര ബാലകനായി മാറുന്നു. ഇത് കണ്ടിട്ട് രാധ അത്ഭുതപ്പെടുന്നു. എന്നിട്ട് രാധ അപ്പോ കണ്ണനോട് ചോദിക്കുന്നു, നമ്മളുടെ വിവാഹം ആരാണ് നടത്തിത്തരുന്നത്, ആരാണ് കാർമികൻ എന്ന് രാധ കൗതുകത്തോടുകൂടി കണ്ണനോട് ചോദിക്കുന്നു. അപ്പൊ കൃഷ്ണൻ ഇങ്ങനെ പറയുന്നു, എന്നെ 60,000 വർഷം തപസ് ചെയ്ത ഒരാളുണ്ട്, ബ്രഹ്മാവ്. അത്രയും നാൾ തപസ് ചെയ്തിട്ട് പോലും നിന്റെ പാദങ്ങൾ പോലും അദ്ദേഹത്തിനൊന്നും ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു അനുഗ്രഹം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ ദ്വാപരയുഗത്തിൽ നമ്മുടെ വിവാഹം നടത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്ന്. അപ്പോൾ അദ്ദേഹം അതിനായി കാത്തിരിക്കുകയാണ്, ആ അവസരത്തിനായി എന്ന് പറയുന്നു. എന്നിട്ട് കൃഷ്ണൻ ബ്രഹ്മാവിനെ സ്മരിക്കുന്നു. അപ്പോ സ്മരിക്കുന്ന ഉടനെ തന്നെ ബ്രഹ്മാവ് അവിടേക്ക് എത്തുന്നു. എന്നിട്ട് ബ്രഹ്മാവ് രാധാകൃഷ്ണ വിവാഹം സമംഗളം നടത്തുന്നു. ഭൂമിയിലുള്ള മറ്റാരും ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നില്ല. ബ്രഹ്മാവും രാധയും കൃഷ്ണനും മാത്രം. വൃന്ദാവനത്തിലെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഭൂമിയിൽ രാധയുടെയും കണ്ണന്റെയും അനുവാദമില്ലാതെ ആർക്കും ആ വിവാഹത്തിൽ സ്വയം പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല. ദേവന്മാർ പോലും ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അവരാരും ആ ഭൂമിയിൽ കാലുകുത്തിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല രാധയുടെ പല സഖ്യമാരും അഷ്ടസഖ്യമാരൊക്കെ അടുത്ത് തന്നെയുണ്ട്. പക്ഷെ അവരാരും ഇത് അറിയുന്നില്ല. അവരാരും വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെ വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി രാധയും കൃഷ്ണനും തങ്ങളുടെ പ്രണയലീലകൾക്കായി അടുത്തുള്ള നികുഞ്ചത്തിലേക്ക് പോകുന്നു. അപ്പോൾ ആ പ്രണയലീലകൾ എന്താന്ന് വെച്ചാൽ കണ്ണന്റെ വസ്ത്രാഞ്ചലം പീതാംബരം രാധ പിടിച്ച് വലിക്കാൻ തുടങ്ങും. അപ്പോൾ അത് കണ്ടിട്ട് സന്തോഷത്തോടുകൂടി കണ്ണൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാധയുടെ കയ്യിൽ 1000 ഇതിലുള്ള ഒരു താമരപ്പൂവുണ്ട്. ആ താമരപ്പൂവ് കൃഷ്ണൻ തട്ടിപ്പറിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് രാധയ്ക്ക് വീണ്ടും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാധ കണ്ണന്റെ കയ്യിലുള്ള ഓടക്കുഴല് രാധ കൈക്കലാക്കും. അപ്പോൾ ശരിക്കും അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള ലീലകളൊക്കെ അവരിങ്ങനെ ആടും. അപ്പോൾ രാധയുടെ കയ്യിൽ കണ്ണന്റെ ഓടക്കുഴൽ, കണ്ണന്റെ കയ്യിൽ രാധയുടെ ഈ താമരപ്പൂവ്, ഈ രീതിയിലുള്ള ഒരു ചിത്രം അവിടെ ഭണ്ഡീരവനത്തിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വൃന്ദാവനത്തിലുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ പല ലീലകളും അവർ ആടിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല കണ്ണൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാധയ്ക്ക് ചർണ ചിഞ്ചാര പുരട്ടി കൊടുക്കും വളരെ മനോഹരമായ രീതിയിൽ. എന്നിട്ട് അവിടെയുള്ള പൂക്കളൊക്കെ പൊട്ടിക്കും രാധയെ അലങ്കരിക്കുന്നതിനായിട്ട്. മാത്രമല്ല ഓരോ പൂക്കളായി പൊട്ടിച്ചിട്ട് തലമുടി മുഴുവൻ അലങ്കരിക്കും. തലമുടിയിൽ അത് കോതി ഒതുക്കി മനോഹരമായ തലോടി പൂക്കൾ വെച്ചു കൊടുക്കും. എന്നിട്ട് കഴുത്തിൽ പൂക്കൾ അണിയിച്ചു കൊടുക്കും മാലയായി. എന്നിട്ട് കയ്യിൽ വളയായ മാല അണിയിച്ചു കൊടുക്കും. എന്നിട്ട് പാദസരമായും അരഞ്ഞാണമായും ഒക്കെ ആ പൂക്കൾ അലങ്കരിച്ചു കൊടുക്കും രാധയ്ക്ക്. രാധ ആഹ്ലാദത്തോടുകൂടി രോമാഞ്ചത്തോടുകൂടി അതൊക്കെ ഇങ്ങനെ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ഇങ്ങനെ ആനന്ദിച്ചിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ രാധ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ണനെ ഇങ്ങനെ ഒരുക്കാൻ തുടങ്ങും, അലങ്കരിക്കാൻ തുടങ്ങും. അതിനുവേണ്ടി രാധ ഇങ്ങനെ പൂക്കൾ പൊട്ടിക്കും. പൂക്കൾ പൊട്ടിച്ചിട്ട് ആദ്യത്തെ ഒരു പൂവെടുത്ത് കണ്ണനെ അലങ്കരിക്കാനായി കൊണ്ടുവരുന്ന ആ നിമിഷം തന്നെ രാധ പെട്ടെന്ന് തകർന്നു പോകും. കാരണം രാധ നോക്കുമ്പോൾ കാണുന്ന ഒരു ചെറിയ കുട്ടി, താൻ കൈക്കൽ കൊണ്ടുവന്ന അത്രയുമുള്ള ഒരു കൊച്ചു കുട്ടിയായി കണ്ണൻ മാറിയിരിക്കുന്നു. രാധയ്ക്ക് വല്ലാത്ത സങ്കടവും വിഷമവും ദേഷ്യവും ഒക്കെ തോന്നുന്നു. അപ്പോഴേക്കും ഇത് കണ്ടിട്ട് അവിടെ ഒരു അശരീരി ഉണ്ടാകുന്നു. നീ വിഷമിക്കണ്ട,
നിങ്ങളുടെ സമാഗമം ഉടനെ തന്നെ ഉണ്ടാകും. ഇപ്പൊ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കുട്ടിയും എടുത്ത് നീ എത്രയും പെട്ടെന്ന് യശോദയുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കണം. ഉടനെ തന്നെ നിങ്ങളുടെ സമാഗമം ഉണ്ടാവും, നീ വിഷമിക്കണ്ടായെന്ന്. ഇത് കേട്ടിട്ട് വളരെ സങ്കടത്തോടു കൂടി രാധ കുഞ്ഞിനെ മാറോട് അടക്കി പിടിക്കുന്നു. എന്നിട്ട് കുഞ്ഞുമായി യശോദയുടെ അരികിലേക്ക് പോകുന്നു. എന്നിട്ട് യശോദ കുഞ്ഞിനെ കണ്ടിട്ട്, അയ്യോ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ, വല്ലാത്തൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ രാധയോട് ചോദിക്കുന്നു. എന്നിട്ട് സ്നേഹത്തോടു കൂടി കുട്ടിയെ കയ്യിൽ വാങ്ങുന്നു യശോദ. എന്നിട്ട് രാധ ഒരുപാട് സങ്കടത്തോടു കൂടി കണ്ണനെ തിരിഞ്ഞു നോക്കി പോകുന്നു. താൻ പിരിയുകയാണല്ലോ കണ്ണനെ എന്നാലോചിച്ചിട്ട് ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് രാധ ഇങ്ങനെ നടന്നു നീങ്ങുന്നത്. രാധാകൃഷ്ണ വിവാഹത്തിന്റെ ഈ കഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ജയ് ശ്രീ രാധേ രാധേ.